നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ NSSന്റെ നിലപാടെന്ത്? NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വർണ്ണക്കൊള്ളയുടെ വിവാദം വന്നതിന് പിന്നാലെ വാ തുറന്ന് കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ശബരിമല വിശ്വാസ സംരക്ഷണ സമയത്ത്, ശബരിമലയിലെ സ്ത്രീ പ്രവേശന സമയത്ത് വിശ്വാസികൾക്കൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തി കൂടിയാണ്, സംഘടന കൂടിയാണ് NSS. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് പൊടുന്നനെ മലക്കം മാറുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പിണറായി സർക്കാരിനെ സംരക്ഷിക്കുന്ന, പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് ജി സുകുമാരൻ നായർ എടുത്തത്. ആ നിലപാടിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള കരയോഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങിയെന്ന് തിരിച്ചറിഞ്ഞിട്ടും പിണറായിയെ തള്ളിപ്പറയാൻ സുകുമാരൻ നായർ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ചൊരു സംഭവമാണ്. ഇതിനിടയിൽ ചില വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു. ആലപ്പുഴ NSS കോളേജുമായി ബന്ധപ്പെട്ട സിലിക്ക മണൽ കടത്ത്, ആ സിലിക്ക മണൽ കടത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം സുകുമാരൻ നായർക്ക് പിഴ ചുമത്തിയെന്നും ആ പിഴ ഒടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒത്തുതീർപ്പാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഒപ്പം നടത്തിയതെന്നുമുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അനധികൃതമായി മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുമതിയില്ലാതെ അവിടെ നിന്ന് വൻതോതിൽ ലോഡ് കണക്കിന്, ടൺ കണക്കിന് സിലിക്ക മണൽ കടത്തി എന്നുള്ള ആരോപണം പുറത്തു വന്നു. അതിൽ വേണമെങ്കിൽ മൈനിങ് ആൻഡ് ജിയോളജിക്ക് ക്രിമിനൽ കേസ് എടുക്കാമെന്നും അത്തരത്തിൽ ക്രിമിനൽ കേസ് എടുത്താൽ NSSന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരെ പ്രതി ചേർക്കണമെന്നും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പിണറായിക്ക് വിനീത വിധേയനായതാണ് ജി സുകുമാരൻ നായരെന്നും ചില ദോഷേർദിക്കുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. സത്യം എന്താണ്? ഇപ്പോൾ ഇതാ മറ്റൊരു വിവാദമാണ് ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സുകുമാരൻ നായർ മിണ്ടുന്നില്ല? സുകുമാരൻ നായർ അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം നിലപാട് പറയുന്ന ആളാണ്, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് സുകുമാരൻ നായർ മിണ്ടാട്ടം തുടരുന്നു? അതിന് ചില കാരണങ്ങളുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല കാരണങ്ങൾ. സുകുമാരൻ നായരും ഈ മുരാരി ബാബുവും തമ്മിൽ ബന്ധമെന്ത്? മുരാരി ബാബു പെരുന്ന NSS കരയോഗത്തിന്റെ ഭാഗമാണോ? സുകുമാരൻ നായരുടെ നോമിനിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മാറിയ ഭാസ്കരൻ നായർ, ആ ഭാസ്കരൻ നായരുടെ ജീവനക്കാരനായി മുരാരി ബാബുവിനെ നിയമിച്ചത് സുകുമാരൻ നായരാണോ? കേവലം ഒരു പിയൂണായിരുന്ന മുരാരി ബാബു എങ്ങനെയാണ് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരെ ആയത്? ആരുടെ പിന്തുണയാണ് ഇത്ര വേഗം റോക്കറ്റ് കുതിച്ചു ഉയരും പോലെ സ്ഥാനക്കയറ്റത്തിന് മുരാരി ബാബുവിനെ പിന്തുണച്ചത്? ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടത് മുരാരി ബാബു അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ്. പക്ഷേ ചില സൂചനകൾ പുറത്തു വരുന്നത് NSSന്റെ നോമിനി ആയിരുന്നു മുരാരി ബാബു. NSSന്റെ മാത്രമല്ല, സുകുമാരൻ നായരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു മുരാരി ബാബു. പെരുന്നയിലെ, ചങ്ങനാശ്ശേരിയിലെ NSSന്റെ നെടുംതൂണായിരുന്നു മുരാരി ബാബു. ആ മുരാരി ബാബു ഇങ്ങനെ ഒരു ഊരാക്കുടുക്കിൽ പെട്ടത് കൊണ്ടാണ് ജി സുകുമാരൻ നായർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താത്തത് എന്നുള്ള ആരോപണങ്ങൾ ഇതിനിടെ ഉയരുകയാണ്. മുരാരി ബാബുവിനെ ഈ ദേവസ്വം ബോർഡിലേക്ക് നിയമിക്കുന്നതും കേവലം പിയൂണായിരുന്ന മുരാരി ബാബു ഒടുവിൽ ഇത്ര ഉന്നത പദവിയിലെത്തിയതും സുകുമാരൻ നായരുടെ ബന്ധം വച്ചാണ്, സുകുമാരൻ നായരുടെ ശുപാർശയിലാണ് എന്നുള്ള ആരോപണങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇത്രയും വലിയ ഒരു വിവാദത്തിൽ കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയ, കേരളത്തിലെ ജനജീവിതത്തെ സ്തംഭിപ്പിച്ച, കേരളത്തിലെ സമസ്ത മേഖലകളിലും ചർച്ച ചെയ്ത ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒരു വാക്ക് പോലും മിണ്ടാൻ കേരളത്തിലെ ഏറ്റവും സമുന്നതമായ ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സുകുമാരൻ നായർ തയ്യാറായില്ല എന്നുള്ളത് സത്യത്തിൽ ഖേദകരമാണ്. അതിനേക്കാൾ ഉപരി ദുരൂഹമാണ്.